നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് SDPI സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന രാഷ്ട്രീയ സംഘടന നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന മത തീവ്രവാദ സംഘടനയുടെ രാഷ്ട്രീയ മുഖമാണ്. ഈ PFIയുടെ മറ്റ് മുഖങ്ങളുണ്ടായിരുന്നു. ക്യാമ്പസ് ഫ്രണ്ട്, അതുപോലെയുള്ള ചില വിമൻസ് ഫ്രണ്ട്, അതിനെയൊക്കെ തന്നെ നിരോധിച്ചിട്ടുണ്ട്. ഇത് ഇലക്ഷൻ കമ്മീഷനിൽ പേര് രജിസ്റ്റർ ചെയ്ത അംഗീകൃത ഒരു രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് SDPI നിരോധിക്കാൻ ചില നിയമപരമായ ഭരണഘടനാപരമായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ SDPI നിരോധിച്ചതിന്. ഈ SDPI ഇപ്പോൾ പുതിയ ഒരു സംഘടനയ്ക്ക് രൂപം നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. SDPI കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മതവർഗീയത, മത തീവ്രവാദം എന്നിവ വളർത്തി വലുതാക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അവർ രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ കൂടി അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ മത തീവ്രവാദം പ്രചരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് എന്ന് ഇന്റലിജൻസിന്റെ വരെ റിപ്പോർട്ടുണ്ട്. പിണറായി സർക്കാരിന്റെ ഒക്കെ കാലത്ത് ഇവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇവർ നിരവധി കൊലപാതക കേസുകളിൽ പ്രതികളായിട്ടുണ്ട്, നിരവധി ആക്രമണ കേസുകളിൽ പ്രതികളായിട്ടുണ്ട്. അവർക്കെതിരെയുള്ള നടപടിയൊക്കെ വളരെ ലാഘവത്തോടെയാണ് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചത്. ഇപ്പോൾ ഇതാ ഇവർ പുതിയ ഒരു സംഘടനയ്ക്ക് രൂപം നൽകുന്നു എന്നുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വരുന്നത്. യങ് ഡെമോക്രാറ്റ്സ് തിരുവനന്തപുരത്താണ് ഇത് പ്രഖ്യാപിച്ചത്. അതായത് SDPIയുടെ പുതിയ യുവജന സംഘടന. കമ്മ്യൂണിസം നശിക്കുമ്പോൾ അതിലും വലിയ വിഷം അവന്മാർ കേരളത്തിൽ കൊണ്ടുവരും. നിരോധിത കീടനാശിനിയുടെ പേര് മാറ്റി അതേ സാധനം പുതിയ വിപണിയിൽ പുതിയ പേരിൽ ഇറക്കും പോലെയാണ് എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് ഒരു കുറിപ്പെഴുതി അയച്ചു തന്നിരിക്കുന്നു. ഇവരുടെ ഈ ഒരു പാർട്ടി പ്രഖ്യാപനത്തിന്റെ, യുവജന സംഘടനാ പ്രഖ്യാപനത്തിന്റെ അതിന്റെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ട്. തീർച്ചയായിട്ടും ഒരു യുവജന സംഘടന രൂപം നൽകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ SDPI ഒരു യുവജന സംഘടനയ്ക്ക് രൂപം നൽകുമ്പോൾ അവരുടെ ഉദ്ദേശം എന്താണ്? ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അല്ലെങ്കിൽ CPMുമായിട്ടൊക്കെ തന്നെ അഭേദ്യമായ ബന്ധം പുലർത്തുന്ന, തെരഞ്ഞെടുപ്പിൽ പോലും ബന്ധം പുലർത്തുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. മാത്രമല്ല നിരവധി പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലുമൊക്കെ SDPI അംഗങ്ങളുടെ സഹായത്തോടെ CPM ഭരണം നടത്തുന്നുമുണ്ട്. എന്നിട്ട് ന്യൂനപക്ഷ വർഗീയതയാണ് എല്ലാത്തിനും കാരണം എന്ന് പറയുന്നു, വെറുതെ പറയുന്നു, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നു, മനുഷ്യരെ പറ്റിക്കുന്നു. എന്നിട്ട് ഇവർക്ക് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നു. SDPI വളരുന്നത് കമ്മ്യൂണിസത്തിന്റെ തണലിലാണ്. അതായത് മതഭീകരത ഇവിടെ കേരളത്തിൽ വളരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തണലിൽ മാത്രമാണ്. അവരെ ആരെയും തെരഞ്ഞെടുപ്പ് കാലത്തോ അതിനുശേഷം കുറ്റപ്പെടുത്തി എന്നുള്ളതല്ലാതെ അത് ആ സമയത്തോ അല്ലെങ്കിൽ ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു കാലഘട്ടത്തിലോ ഒന്നും ഒരു തരത്തിലും അവരെ കുറ്റപ്പെടുത്തുകയോ അവരുടെ വോട്ടുകൾ വേണ്ട എന്ന് പറയുകയോ, ഇവിടെ വർഗീയതയ്ക്കെതിരെ, മതവർഗീയതയ്ക്കെതിരെ എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം കൂട്ടിയിട്ടുണ്ട് പിണറായി വിജയനും ഗോവിന്ദ മാഷുമൊക്കെ. പക്ഷേ ഈ വർഗീയവാദികളുമായി, ഈ മത തീവ്രവാദികളുമായി കൂട്ടുപിടിച്ചാണ് ഇവർ ഈ തെരഞ്ഞെടുപ്പിനെയും നേരിട്ടത്. ഇവരുടെ ഈ യുവജന സംഘടനയ്ക്ക് എല്ലാവിധ പിന്തുണയും CPM നൽകും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. മതവർഗീയത വളർത്തുന്നതിൽ, ജനങ്ങൾക്കിടയിൽ മതസ്പർദ്ധയും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതിൽ ഒക്കെ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു തീവ്രവാദ സംഘടന അല്ലെങ്കിൽ ഒരു തീവ്രവാദ രാഷ്ട്രീയ മുഖം, അവർക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് CPM പോകുന്നത്. കാരണം CPMന് എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത്തരക്കാരുടെ കൂടെ നിന്നേ പറ്റൂ, ഇത്തരക്കാരെ കൂടെ കൂട്ടിയേ പറ്റൂ. വെറുതെയാണോ പാർട്ടി തകർന്ന് തരിപ്പണമായി അടുപ്പിന്റെ ഭരണത്ത് കയറിയിരിക്കുന്നത്? ഇവിടെ മതനിരപേക്ഷതയും മതസൗഹാർദ്ദവും ഒക്കെ വളർന്നു വരണം, അത് പ്രാവർത്തികമാകണം എന്നാഗ്രഹിക്കുന്ന കേരളത്തിലെ ജനസമൂഹത്തെ ഇവരൊക്കെ ചേർന്ന് പറ്റിക്കുകയും വഞ്ചിക്കുകയുമാണ് ഇത്രത്തോളം കാലം ചെയ്തത്. അതിന് CPMും കൂട്ടുനിൽക്കുന്നു. മതവർഗീയവാദികൾക്കൊപ്പം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന്, ഇവിടെ ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് CPM കൂട്ടുനിൽക്കുകയാണ്, CPM ഒപ്പം നിൽക്കുകയാണ്. അപ്പം SDPIയുടെ പുതിയ സംഘടന യങ് ഡെമോക്രാറ്റ്സ്, പേരൊക്കെ കൊള്ളാം, നന്നായിട്ടുണ്ട്. എന്ത് ഡെമോക്രസി, എന്ത് ഭരണഘടനാ സ്വാതന്ത്ര്യവും എന്ത് ഭരണഘടനാ രീതികളുമാണ് ഈ മതവർഗീയത പാർട്ടിയുടെ യുവജന സംഘടന ഇനി കാണിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കിയിരിക്കാം.